ബുദ്ധിയുള്ള കുട്ടിക്കായി അമ്മ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്? അത് എല്ലാ പ്രകടനങ്ങളും ആദ്യത്തെ ക്വസ്റ്റ്യൻ അതാണ്. എനിക്ക് നല്ല ബുദ്ധിയുള്ള കുട്ടി ഉണ്ടാകാൻ വേണ്ടി എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ളത്. പൊതുവെ ഭക്ഷണങ്ങൾ കഴിച്ച ബുദ്ധിയുള്ള കുട്ടി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. എന്നാൽ അതിന് പറ്റാവുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാം തന്നെ omega-3 ഫാറ്റി ആസിഡ് ഉള്ള ഭക്ഷണങ്ങൾ. അത് കുട്ടിയുടെ ബ്രെയിനിന്റെ വളർച്ചയ്ക്കും കുട്ടിയുടെ കണ്ണിലെ റെറ്റിന എന്ന് പറയുന്ന പാടമാരി ഒരു ഇതുണ്ട്, അതിന്റെ വളർച്ചയ്ക്കും omega-3 ഫാറ്റി ആസിഡ് ഇമ്പോർട്ടൻ്റ് ആണ്. omega-3 ഫാറ്റി ആസിഡ് ഉള്ള ഭക്ഷണം ഏതെന്ന് ചോദിച്ചാൽ നോൺ വെജിറ്റേറിയൻ ആൾക്കാരാണെങ്കിൽ അതിൽ ഫിഷ്. ഇനി അത് കഴിക്കാതെ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒമേഗ ഉള്ള ഭക്ഷണങ്ങൾ. ഒമേഗ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫോം DHA. അത് നമ്മളെല്ലാ പരസ്യങ്ങളും കാണാറുണ്ട്, ഹോർലിക്സിൻ്റെ ഒക്കെ DHA. അത് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിന് അത്യാവശ്യമാണ്. അതുള്ള ഭക്ഷണങ്ങൾ ഈ സീഡ്സ്, അതായത് ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, അതിലൊക്കെ അതിൻ്റെ ഒരു വേറെ ടൈപ്പ് ഉണ്ട്. അത് കൺവേർട്ട് ചെയ്തിട്ട് DHA ആയിക്കോളും. അങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. ഗർഭിണികൾ 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമുണ്ട്? 2 പേർക്കുള്ള ഭക്ഷണം അങ്ങനെയില്ല. നമ്മുടെ ആരോഗ്യത്തിന് നമുക്ക് കഴിക്കാൻ പറ്റിയ അത്ര ഭക്ഷണങ്ങൾ കഴിച്ചാൽ മതി. അതിൽ ഓവർ ഈറ്റിങ്ങിൻ്റെ ആവശ്യമില്ല പ്രഗ്നൻസിയിൽ. പൊതുവെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ പൊതുവെ പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. പപ്പായയും പൈനാപ്പിളും കഴിക്കുന്നത് ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ലേഡി പ്രഗ്നൻ്റ് ആയാൽ അവർ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം, എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്നാണ്. ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് ഒരു ബുക്കിലും എഴുതിയിട്ടില്ല. പപ്പായ, പൈനാപ്പിൾ പൊതുവെ അതിൽ ആൻറ്റി പ്രൊജസ്ട്രോൺ ഉണ്ടെന്ന് പറയുന്നു. അത് പ്രൂവ്ഡ് ഒന്നല്ല. അത് വേണമെങ്കിൽ ഒഴിവാക്കാം. പേടിയുള്ളവർക്ക് അത് കഴിക്കാതിരിക്കാം. അത്രയേ ഉള്ളൂ. അത് കഴിക്കരുതെന്ന് ഒരു ബുക്കിലും എഴുതിയിട്ടില്ല. AR Super Specialty Hospital. Your health, our priority.